ങ്ങളെ സശ്രദ്ധം ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ കോമ്പയാർ ദേശനിവാസികൾക്കും പുനരാഗമിപ്പാനുള്ള ധന്യനായ യേശുക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിൽ ഹൃദയംഗമമായ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ലോകരക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ വിവിധ നിലവാരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അല്പസമയം പങ്കുവെക്കുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇമ്മാനുവേൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി ചർച്ചും അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇമ്മാനുവേൽ ഗോസ്പൽ ടീമിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമാധാന സന്ദേശയാത്ര ഈ കോമ്പയാർ ദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പാലസ്തീനായുടെ വിരിമാറിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് മുഴങ്ങിക്കേട്ട ശബ്ദമാണ് ഞാനിവിടെ പറയുവാനിടയായത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്താണ് സമാധാനം? സമാധാനം എന്ന വാക്കുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികത നിറഞ്ഞതാണ്. ക്ഷണികത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ക്ഷണഭങ്കുരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, സന്തോഷം, സന്താപം, അങ്ങനെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ ഏത് സാഹചര്യത്തിൽ നാം ആയിരിക്കുന്നുവോ ആ സാഹചര്യത്തിൽ സ്വസ്ഥതയോടെ ഇരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം. എന്നാൽ ഈ കാലഘട്ടത്തെ പരിധിയാൽ നമ്മുടെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സമാധാനമില്ല എന്നുള്ളതാണ്. ശിലായുഗ മനുഷ്യൻ കാളവണ്ടി യുഗത്തിലൂടെ സഞ്ചരിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെങ്കിൽ യാന്ത്രിക യുഗത്തിൽ എത്തി നിൽക്കുന്ന അതിസുപ്രധാനമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് യാഥാർത്ഥ്യങ്ങളിലേക്ക് പറന്നുയർന്നുകൊണ്ട് അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ എത്ര സുഗമമായും എത്ര വേഗതയും നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നാം സഞ്ചരിച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിലൊക്കെ വളരെ സമയകാല ദൈർഘ്യങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുമായിരുന്നു, പണവും ചിലവഴിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുവാൻ കഴിയുന്ന യാത്രാ സംവിധാനങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ മൺപുരകളിൽ പാർത്ത് ആ അനുഭവത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ബഹുനില സമുച്ചയങ്ങൾ, മണിമന്ദിരങ്ങളൊക്കെ പാർപ്പിടങ്ങളാക്കി മനുഷ്യൻ മാറ്റിയിരിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ആഡംബര ജീവിതം നയിക്കുന്ന
ഭവന സമുച്ചയങ്ങൾ പണിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതുകൊണ്ടും തൃപ്തിപ്പെടാതെ മനുഷ്യൻ മറ്റ് ഗോളാന്തരങ്ങൾ താണ്ടി അവിടെ പാർപ്പിട സൗകര്യമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ പുരോഗതി പ്രാപിച്ചു. നമ്മുടെ ജീവിത നിലവാരങ്ങളിൽ പുരോഗതി കൈവരിച്ചു. അപ്പോൾ തന്നെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ ഉയർന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ കരങ്ങളിൽ കൃത്യമായി എത്തിക്കുവാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഇന്നുണ്ട്. മനുഷ്യൻ പുരോഗതിയുടെ ഓരോ പടവുകളും ചവിട്ടിക്കയറുന്നു എന്നത് നമുക്ക് സന്തോഷം തരുന്ന വസ്തുതയാണ്. അങ്ങനെ പുരോഗതിയുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുന്ന മനുഷ്യൻ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് അധപ്പതനത്തിൻ്റെ ആഴക്കയത്തിൽ ആണ്ടുപോകുന്ന വേദനിപ്പിക്കുന്ന ചിത്രവും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ എത്രയോ ഘോരത്വം നിറഞ്ഞതായ വാർത്തകളാണ്. മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ടാണ് നാം പല വാർത്താ ചാനലുകളുടെ വാർത്തയുടെ മുമ്പിൽ നിന്നും മാറിപ്പോകുവാനിടയാകുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കരുതേ, കാണരുതേ എന്ന് കണ്ണും കാതും അടച്ചുകൊണ്ട് നാം പലപ്പോഴും നിർവിചാരികളായി തീരുന്ന എത്രയോ വാർത്തകൾ. എന്താണ് മനുഷ്യ മനസാക്ഷിയെ മലിനമാക്കിക്കൊണ്ട് ഇത്രമാത്രം ധാർമ്മിക അധപ്പതനങ്ങൾ സംഭവിച്ച് കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനിഷ്ട സംഭവങ്ങളുടെയും വാർത്തകൾ കൊണ്ട് നിറഞ്ഞ് മനുഷ്യ സമൂഹം പ്രശ്നകലുഷിതമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അത് അവശേഷിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമുക്കും പലപ്പോഴും തോന്നിട്ടില്ല എന്താണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്? എന്താണ് ഈ ലോകത്തിൽ മനുഷ്യൻ ഇത്രമാത്രം തിന്മ പ്രവൃത്തിയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസമില്ലാതിട്ടാണോ? ഒരിക്കലുമല്ല. സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ നാം ഉന്നതി പ്രാപിച്ചിട്ടുണ്ട്. നാം സംസ്കാര സമ്പന്നരാണ്. വിവിധമായ മതാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നാം ആചരിച്ചുകൊണ്ട് നല്ല സ്വൈര്യജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെ സ്വൈര്യജീവിതം നയിച്ചു വരുന്ന സാഹചര്യത്തിൽ ആകസ്മികമായി അല്ലാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പ്രശ്നകലുഷിതമായി തീരുകയാണ്. എന്താണ് മനുഷ്യനെ മതിക്കുന്ന, മനുഷ്യനെ തിന്മപ്രവൃത്തിയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ മനുഷ്യനല്ലതാക്കി മാറ്റുന്ന, മനസാക്ഷി മരവിപ്പിക്കുന്ന വാർത്തകൾ കിടം പിടിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം എന്താണ്? അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ്? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, വിശുദ്ധ ബൈബിളും ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മർമ്മപ്രധാനമായൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപത്തിൻ്റെ ശക്തിയാണ് മനുഷ്യനെ ധാർമ്മികതയിലേക്ക് നയിക്കുന്നത്, തിന്മപ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഒരിക്കലും നാം ആഗ്രഹിക്കുന്നതല്ല, എന്നാൽ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് നമ്മെ വശീകരിച്ചു കൊണ്ടുപോകുന്ന, അടിമപ്പെടുത്തി കൊണ്ടുപോകുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കറുത്ത കരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് പാപം? പാപമെന്ന് പറയുമ്പോൾ ലക്ഷ്യം തെറ്റിപ്പോകുക, ദിശമാറി സഞ്ചരിക്കുക, വഴിമാറി സഞ്ചരിക്കുക ഇത്യാദി പദങ്ങളിലൂടെ പാപത്തെക്കുറിച്ച് നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് കഴിയും. എവിടെയാണ് മനുഷ്യൻ ലക്ഷ്യം തെറ്റിപ്പോകുവാനിടയായത്? സനാതനനായ ദൈവം, നിത്യനായ ദൈവം, ആ ദൈവം
ഈ വാക്കുകൾ കൊണ്ട് സകല ചരാചരങ്ങളെ സൃഷ്ടിക്കുവാനിടയായി. ഭൂമിയിലെ പൊടി കൊണ്ട് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ തന്റെ കരാങ്കുലിയങ്ങൾ കൊണ്ട് കമനീയമായി സൃഷ്ടിക്കുവാനിടയായി. ആ മൺ പ്രതിമയുടെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർക്കുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരൻ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: പാപം ചെയ്യാമെന്നറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് മനുഷ്യനെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുവാനിടയായി. സ്നേഹിത, നമുക്കറിയാം, ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയൊക്കെ വളരെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും ഓഫീസ് ജോലി ചെയ്യിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടമാണ് നമ്മുടെ. എന്നാൽ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായ വസ്തുതകളല്ലാതെ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ ഈ കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ റോബോട്ടിനോ കഴിയില്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ സ്വൈര്യ വികാരം നടത്തുവാൻ കഴിയുന്ന ഒരുവനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനിടയാകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വയത്തിൽ ദൈവം ഇടപെടത്തില്ല എന്നതാണ് വസ്തുത. അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ, അവൻ്റെ സന്തോഷങ്ങൾക്ക് വിലക്ക് വരാതെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിനക്ക് ഭുജിക്കാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിനക്ക് ഭുജിക്കുവാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ വശീകരണ വാക്കുകളാൽ ദൈവത്തെ വിശ്വസിക്കാതെ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ ലംഘനം ചെയ്യുവാനിടയായി, ദൈവനിഷേധിയായി തീരുവാനിടയായി, ദൈവവിരോധിയായി തീരുവാനിടയായി, പാപമില്ലാത്തവനായി, മരണമില്ലാത്തവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി മരണത്തിലേക്ക് മനുഷ്യൻ നിവദിക്കുവാനിടയായി. പാപത്തിൻ്റെ അനന്തരഫലമെന്ന വണ്ണം മനുഷ്യൻ മരണത്തിലേക്ക് നയിക്കുവാനിടയായി. അങ്ങനെ മനുഷ്യന് വന്ന ആദ്യത്തെ മരണമെന്ന് പറയുന്നത് ആത്മീക മരണമാണ്. ആത്മീയ മരണത്തിൻ്റെ പ്രത്യേകത, അതുവരെ ദൈവമായിട്ട് ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന, ദൈവമായിട്ട് സഹവർത്തിത്വമുണ്ടായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദൈവം മറയുവാനിടയായി. എല്ലാ വെയിലാറുന്ന സായാഹ്നങ്ങളിലും ഇറങ്ങി വന്ന് ദൈവമായിട്ടുള്ള ഭേദ്യമായ ബന്ധം സ്ഥാപിച്ച മനുഷ്യനും ദൈവവുമായിട്ട് ഒരു നല്ല സഹവർത്തിത്വം ഉണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്ത അനന്തരമായി മനുഷ്യനിൽ പാപം പ്രവേശിച്ച അനന്തരമായി ദൈവം മനുഷ്യന്റെ കാഴ്ചയ്ക്ക് മറയുവാനിടയായി. മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഭയം നിമിത്തം മനുഷ്യൻ മരത്തിനു മറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനിൽ ഭയം കയറുവാനിടയായി. അങ്ങനെ പാപത്തിൻ്റെ അനന്തര ഫലമെന്ന വണ്ണം ആസക്തിയുടെ ആത്മാവ് മനുഷ്യനിൽ പ്രവേശിക്കുവാനിടയായി. കൊലപാതകങ്ങളും അക്രമ അനിഷ്ട സംഭവ പരമ്പരകൾക്കും മനുഷ്യൻ സാക്ഷ്യം വഹിക്കുവാനിടയായി. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ മനുഷ്യൻ നീറിപ്പുകഞ്ഞ് ജീവിക്കുമ്പോൾ ആ സത്യദൈവത്തിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ പല മാർഗങ്ങൾ അവലംബിക്കുവാനിടയായി. യാഗയോഗ കർമാദികളിലൂടെ, നേർച്ച കാഴ്ച, ജപങ്ങളിലൂടെ, തപങ്ങളിലൂടെ, പുണ്യതീർത്ഥാടന സഞ്ചാരങ്ങളിലൂടെ മനുഷ്യൻ പാപമോചനത്തിന് വേണ്ടി, പരബ്രഹ്മം പുൽകുവാൻ വേണ്ടി, നിത്യത കൈവരിക്കുവാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കുവാനിടയായി. എന്നാൽ ഈ മാർഗങ്ങളെല്ലാം പാപത്തെക്കുറിച്ചുള്ള താൽക്കാലിക ഓർമ്മപ്പെടുത്തൽ മാത്രമല്ലാതെ പാപത്തിന് സമൂലമായ ഒരു പരിവർത്തനം വരുവാൻ കഴിയുവാനോ, പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനോ, നിത്യസമാധാനത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാനോ കഴിയാതെ പാപത്തെക്കുറിച്ചുള്ള താൽക്കാലിക ഓർമ്മപ്പെടുത്തൽ മാത്രമായി അവസാനിക്കുമ്പോൾ, എവിടെ മനുഷ്യന് പാപത്തിന് പരിഹാരമെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതിരിക്കുമ്പോൾ, നിത്യനായ ദൈവം തന്നെ തൻ്റെ
രക്ഷണ്യ പദ്ധതിയിൽ വെച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എന്നുള്ളത്. ആ സത്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനിടയാകുന്നത്. അതെ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് സാക്ഷാൽ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിൻ്റെ ജനനം അത് കേവലം ഒരു ജനനമല്ലായിരുന്നു, മറിച്ച് അത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുവാൻ വേഷത്തിൽ മനുഷ്യനായി അവനിൽ അവതരിച്ച ശ്രീ യേശുക്രിസ്തുവാണ് ആ ദൈവപുത്രനെന്ന് ഞങ്ങൾ ഉറക്കെ ഉച്ചൈസ്വരം വിളിച്ചു പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം യേശുക്രിസ്തുവിലൂടെ മാനവ സമൂഹത്തിന് സ്വസ്ഥതയും ശാന്തിയും സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിക്കാം, എന്താ സ്നേഹിത ഇങ്ങനെയൊക്കെ തങ്ങളെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് തകർന്ന കുടുംബജീവിതം നയിച്ചവരായിരുന്നു ഞങ്ങളിൽ പലരും. സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പല മാർഗങ്ങൾ തേടി അലയുവാനിടയായി. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രങ്ങൾ, ഇസങ്ങൾ, തത്വസംഹിതകൾ, അങ്ങനെ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറി മാറി പരീക്ഷിക്കുവാനിടയായി. അവിടെയൊന്നും യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ കൈവരിക്കുവാൻ കഴിയാതെ ജീവിതം പ്രശ്നകലുഷിതമായി ഒരു തുണ്ട് കയറിലോ ഒരൽപ്പം വിഷക്കുപ്പിയിലോ ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ദിനങ്ങൾ എണ്ണിപ്പാർത്ത ഞങ്ങളുടെ ജീവിതത്തിലെ കടുക്കെട്ട് വീണ ആ സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തന യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുവാൻ കഴിയാതെ നീറിപ്പുകഞ്ഞ നിരാശയോടെ ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സ്വാധീനമാണ്. അത് ശ്രീ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ലോകം തരുന്ന സമാധാനം നൈമാനുഷികമാണ്, ക്ഷണികത നിറഞ്ഞതാണ്. മദ്യം തരുന്നത്, ലഹരി പദാർത്ഥങ്ങൾ തരുന്നത്, മദിരാക്ഷി തരുന്നത്, അങ്ങനെയുള്ള സമാധാനവും സ്വസ്ഥതയും എന്ന് പറയുന്നത് നൈമാനുഷികമാണ്, ക്ഷണികമാണ്. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്, നിത്യമരണമാണ്. എന്നാൽ നിത്യമരണത്തിൽ നിന്ന് നിത്യയാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെ സന്ദേശം, സുവിശേഷത്തിന്റെ സന്ദേശം ഈ ദേശത്തോട് ഒരു പ്രാവശ്യം കൂടെ കൈമാറുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ ജീവിതം എത്ര തകർന്ന ജീവിതമാകട്ടെ, എത്ര പ്രശ്ന കലുഷിതമാകട്ടെ, ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ആത്മഹത്യ മാത്രമാണ്, ഞാനൊരു തകർന്നവനാണ്, ഞാനൊരു പരാജയമാണ്, ഞാനൊരു ദുരന്തമാണ്, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓർത്തുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങളിലൂടെ കടന്നു പോയിട്ട് അവിടെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടയപ്പെട്ട് നിങ്ങൾ നിരാശയോടെ ജീവിതത്തിൽ കൈപ്പോടെ ജീവിക്കുന്ന വ്യക്തി ജീവിതമാണോ? താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, തങ്ങളുടെ കുടുംബജീവിതത്തെ പണിയപ്പെടുവാൻ കഴിയുന്ന, തങ്ങളുടെ തലമുറകളെ പണിയപ്പെടുവാൻ കഴിയുന്ന, അവരെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചിതരാക്കുവാൻ കഴിയുന്ന ആ ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങളുടെ കൈമാറുമ്പോൾ ഞങ്ങൾക്കത് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളെ ലഹരി പദാർത്ഥത്തിന്റെ അടിമത്തിൽ നിന്ന് മാറ്റിയത്, ഞങ്ങളുടെ ദുരന്തങ്ങൾ മാറ്റിയത്, ഞങ്ങളെ സൗഖ്യമാക്കിയത് ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവിക സമാധാനം പ്രാപിക്കാൻ കഴിയും. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അല്ലയോ സ്നേഹിത, നിങ്ങളുടെ നാണയത്തുട്ടുകൾ ചോദിക്കുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും യാഗയോഗ കർമ്മകാദികളെ ചോദിക്കുന്നില്ല, നിങ്ങൾ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നില്ല, മറിച്ച് നിങ്ങളായിരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് യേശുവിൻ ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, പാപമംഗുലമായ ജീവിതം നയിച്ചുകൊണ്ട് ഞാൻ തകർന്നൊരു വ്യക്തിയാണ്, എന്നെ മാറ്റിമറിക്കുവാൻ, എൻ്റെ ജീവിതത്തെ പണിയുവാൻ അങ്ങയുടെ വചനത്തിൽ കഴിയുമെങ്കിൽ അങ്ങേ രക്ഷകൻ കർത്താവായി എൻ്റെ ഹൃദയംഗമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനിടയാകും. നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രാപിക്കുവാൻ കഴിയും. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിതം തുടർന്ന് പാപത്തിൽ മരിച്ചാൽ ഇനി നിത്യന്യായവിധി എന്നുള്ള ദണ്ഡന തീപ്പൊയ്ക മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിതം തുടരുമ്പോൾ, പാപത്തിൽ ജീവിതം തുടരുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിന്റെ സന്ദേശം അത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവെ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ താഴ്ത്തുന്നെങ്കിൽ നിശ്ചയമായും യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഭൂജാതനാകുവാനിടയാകും. അങ്ങനെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി ദൈവവചനം അനുഷ്ഠിക്കുന്ന, ദൈവവചനം അനുശാസിക്കുന്ന, ദൈവ
വചനചിന്തയിൽ ഊന്നിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പൈശാചികം നിറഞ്ഞതായ ദുഷ്പ്രവർത്തികൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യ നിത്യ നാശത്തിലേക്ക് നിവദിക്കുകയാണ്. ഈ കാണുന്ന കാലം ഈ ലോകം അങ്ങനെ തന്നെ പോകത്തില്ല. കാരണം യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഒക്കെ അവിടെ ഇവിടെയായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരച്ചൂണ്ടുന്നു. ആ യാഥാർത്ഥ്യം യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുകയാണ്. ഇനി യേശു ക്രിസ്തു വരുന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാനല്ല, പിന്നെയോ പാപം ചെയ്ത് പിശാചിനെ അവന്റെ ദൂതന്മാരെയും നിത്യ ജന്മ തീപ്പൊയ്കൾ ഇട്ടുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് യുഗങ്ങൾ വാഴുവാൻ രാജാതിരാജാവായി യേശു ക്രിസ്തു മടങ്ങി വരുവാൻ പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം കാൽവറിയുടെ കുലക്കളത്തിൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് പരസ്യമായി യേശു മരിക്കുവാൻ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഭൂനാണിമേൽ യേശു മരിക്കുവാനിടയായി. എന്തിനു വേണ്ടി? മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി. യേശുവിന്റെ ജനനം മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിരുന്നു. ജീവിതം കൊണ്ടത് തെളിയിക്കുവാനിടയായി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും താൻ ദൈവപുത്രനെന്ന് തെളിയിച്ചിട്ട് കാൽവറിയിൽ മരിച്ചു. അരിമത്യക്കാരന് യോസഫിന്റെ കല്ലറയ്ക്കകത്ത് 3 ദിവസം, 3-ാം നാൾ ആ കല്ലറ വിട്ട് യേശു പുറത്തു വരുവാനിടയായി. ആ കല്ലറ ഇന്നും വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, ഉരുക്കുമിട്ടുകൊണ്ട് ഉലകത്തെ ചമച്ച അനേക മഹാന്മാർ, പുണ്യാത്മാക്കൾ, ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിൽ വന്ന് ജനിച്ച് ജീവിച്ചവരാണ്. എന്നാൽ അവരുടെ എല്ലാം കല്ലറകൾ ഈ പോൽപ്പരപ്പിൽ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീനാട് വിരുമാറി ഒരു കല്ലറ ഉലക്കപ്പെട്ട് കിടക്കുന്നു. അതൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു. എന്താണ് യാഥാർത്ഥ്യം? യേശു ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന കോമ്പയാർ ദേശനിവാസികളെ, മരണമെന്ന സമസ്യയിലൂടെ ഈ 6 അടി മണ്ണിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായി ഇന്ന് രാത്രിയിൽ നാം കഴിക്കുന്ന അത്താഴം അവസാനത്തെ അത്താഴമെന്നാണ് ആര് കണ്ടു? ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം അവസാനത്തെ അത്താഴമാണെന്ന് ആര് കണ്ടു? ഇന്ന് രാത്രി ഉറങ്ങുന്ന നാം നാളെ നിലം വെളുത്ത് ഉണരുമെന്ന് ആര് കണ്ടു? മരണം എപ്പോഴും വേണമെങ്കിലും അതിന്റെ കറുത്ത കരങ്ങൾ കൊണ്ട് നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യതകളുണ്ട്. ടെക്നോളജി ഒത്തിരി പുരോഗമിച്ചു, വൈദ്യശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു. എന്നാൽ മരണത്തിന് മാത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വിശുദ്ധയിൽ പറയുന്നു, ഒരിക്കൽ ന്യായവിധിയും, ഒരിക്കൽ മരണവും, പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. നിത്യനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമനമാ മരണമെങ്കിൽ മരണം കൊണ്ട് മരണത്തെ പരാജയപ്പെടുത്തി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യ സമാധാനം കൈവരിക്കാൻ കഴിയും, നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. അതിനായി ഈ ദേശത്തുള്ള എല്ലാ ദേശനിവാസികളെയും, ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം ഒരുക്കട്ടെ, അതിനായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബൈബിളിലെ പത്രോസ് പ്രകാരം വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കയ്യിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എല്ലാ നാമത്തിനും മേലായ ആ നാമത്തെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട്, നെഞ്ചോടണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് മുൻകാലിൽ ഇരുന്നുകൊണ്ട്, യേശു ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ ജീവിതത്തിൽ സമാധാനമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ ദൈവസമാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുമാകട്ടെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതിനായി നിങ്ങളെ സഹായിക്കട്ടെന്ന് ഉണർത്തിക്കൊണ്ട് സമയം അനുവദിച്ച ദൈവാസമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.